ഞങ്ങളുടെ സഹോദരന്മാർക്ക് ദൈവകാരുണ്യം കിട്ടാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ വാക്കുകളാണ്. അപ്പോൾ നമുക്കറിയാം, അയൽ രാജ്യം നമ്മളോടൊന്ന് ചൊറിയാൻ വന്ന് തിരിച്ച് മാരകമായ പ്രഹരം തലയ്ക്ക് തന്നെ കിട്ടി ആകെ തകർന്നിരിക്കുകയാണ്. ഈ സമയത്താണ് ഈ തുർക്കി പ്രസിഡന്റ് ഇത്തരത്തിലുള്ള ഒരു വാചാടോപവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് സാർ ഈ തുർക്കിക്ക് നമ്മുടെ ഈ അയൽ രാജ്യത്തോട്, ഒരർത്ഥത്തിൽ നമ്മുടെ ശത്രു രാജ്യത്തോട് ഇത്ര സ്നേഹവും നമ്മളോട് ഒരു അകൽച്ചയും, എന്താണ് ഇതിന് കാരണം? അത് അദ്ദേഹം പറഞ്ഞത് സഹോദരന്മാരെ എന്നല്ലേ പറഞ്ഞത്? അതെ, അവർ ബ്രദേഴ്സ്, ഞങ്ങളുടെ, അതെ, അവരുടെ സഹോദരന്മാരെ ഇവിടെ കരുണ വേണം, അതെ, ദയ വേണം, ദൈവത്തിൻ്റെ ദയ, അവരെ കാക്കണമെന്നൊക്കെയല്ലേ പറയുന്നത്. അതെ. ഈ തുർക്കി ഇന്നല്ല, ഈ എർദോഗൻ വരുന്നതിന് മുമ്പ് തൊട്ട് തന്നെ, പഴയ ഖലീഫമാരുടെ കാലം തൊട്ട് തന്നെ അവർക്കൊരു ഗതികേടുണ്ട്. ആരാണ് സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ ആരാണ് സഹോദരന്മാരെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ഈ ആരാണ് സഹോദരന്മാരെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. എൻ്റെ സഹോദരൻ ആരാണെന്ന് എനിക്ക് അറിയാൻ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റു പല കാര്യങ്ങളും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്നാം ലോകയുദ്ധത്തിൽ ഇവർ നിന്ന സൈഡ് തെറ്റിപ്പോയി, അതിനിവർ അടി വാങ്ങിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിലും ഇതേ അബദ്ധം ആവർത്തിച്ചവരാ അന്നത്തെ തുർക്കി ഭരണാധികാരികൾ. അതെ. അതിനൊക്കെ മുമ്പ് വേറൊരു ചരിത്രം പറയാം. ഈ ടിപ്പുവിനോടും, ഭാരതത്തിലെ ആക്രമണകാരിയായിരുന്ന ടിപ്പുവിനോടും ഫ്രാൻസിനോടും കൂടെ ചേർന്നിട്ട് ഒരു പുതിയ അച്ചുതന്നെ ഉണ്ടാക്കി. ഭാരതത്തിനുള്ളിൽ ആധിപത്യം നേടാൻ ശ്രമിച്ചു. അത് മുസ്ലിം ഭരണാധികാരികളെ പോലും ആക്രമിച്ച്, ഇംഗ്ലീഷ് ഭരണാധികാരികളെ ആക്രമിച്ച്, ടിപ്പുവും ഫ്രഞ്ച് ശക്തികളും ഈ ഖലീഫയും, തുർക്കിയിലെ ഖലീഫയും ചേർന്നൊരു ഭരണകൂടം ഉണ്ടാക്കണമെന്ന് പോലും ശ്രമിച്ചു നോക്കി പരാജയപ്പെട്ടവരാണ്. അപ്പോൾ ഇവരുടെ ചരിത്രമൊന്നും പരാജയപ്പെടലില്ല. ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലാണ്. അവിടെ തുർക്കി ശരിക്കും പറഞ്ഞാൽ നാറ്റോയിലൊരംഗമാണ്. നാറ്റോയിൽ അംഗമായ രാജ്യം എന്ന് പറയുമ്പം അവരെ അംഗമായി നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കേണ്ട ആളുടെ കൂടെയാണ് നാറ്റോയ്ക്കൊപ്പം, യൂറോപ്യൻ യൂണിയനൊപ്പം, ഉക്രൈനോടൊപ്പം നിൽക്കണം. പക്ഷെ ആ സമയത്ത് അവർ എന്താണെന്നറിയോ, ഉക്രൈന് അവർ ഡ്രോൺസ് കൊടുത്തു, യുദ്ധോപകരണങ്ങൾ കൊടുത്തു. ആ ഡ്രോൺസിൻ്റെ പേര് ബൈറക്ടർ ഡ്രോൺസ് എന്നാണ്. അത് തന്നെ ഇവിടെ ഉപയോഗിക്കും തോന്നുന്നു. ഉക്രൈന് ഡ്രോൺസ് കൊടുത്തു, ഉക്രൈനുമായിട്ട് സൗഹാർദ്ദം വെച്ചു. ഉക്രൈൻ്റെ സ്വയം നിലനിൽക്കുന്നതിനുള്ള അവകാശത്തിനൊപ്പമാണ് ഞങ്ങളെന്ന് പറയുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ റഷ്യയുമായിട്ടും നല്ല ബന്ധം വെച്ചു. റഷ്യക്കെതിരെ നാറ്റോ രാജ്യങ്ങൾ സാങ്ഷൻ പ്രഖ്യാപിച്ചപ്പം, ഉപരോധം പ്രഖ്യാപിച്ചപ്പം ഇവർ ആ ഉപരോധത്തിൽ കൂടിച്ചേർന്നില്ല. രണ്ട് വള്ളത്തിൽ കാലൂന്നി. അതിനൊരു കാര്യമുണ്ട്. റഷ്യയുമായിട്ട് ട്രേഡും അങ്ങനെയുള്ള ബന്ധങ്ങൾ, ഏറ്റവും വ്യാവസായിക ബന്ധവും മറ്റും കൂടുതലുള്ള രാജ്യമാണ്. അത് നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഉക്രൈൻ്റെ ഈ തുർക്കിയുടെ നിലപാട് എന്ന് പറയുന്നത്, എർദോഗൻ്റെ നിലപാടെന്ന് പറയുന്നത്, അവരെ ആണ് ഒന്നവരുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ രാജ്യ താല്പര്യങ്ങൾ, അതിനെ വളഞ്ഞ വഴിയിൽ കൂടെ സാധിക്കാൻ പോകുന്ന ചരിത്രമുള്ളത്. രണ്ട്, ഞങ്ങളാണ് മുസ്ലിം ലോകത്തിൻ്റെ ഇനിയും വരേണ്ട ഖലീഫ, ഞാനാണ്. അപ്പം ഞാൻ മുസ്ലിം ലോകം അടച്ചു വാഴും, മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ, ആഗോള മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ അധിപനാകാൻ എനിക്കൊരവസരം ഉണ്ടാകുന്നൊരു പ്രതീക്ഷ, ഒരു മായാമോഹം. അതൊക്കെ അയാളുടെ രാജ്യത്ത് പോലും അയാൾക്കെതിരെ ശക്തമായ നീക്കങ്ങളുണ്ട്. ഒരു പ്രശ്നമുള്ളത്, ഇത് പാകിസ്ഥാൻ്റെ മോഹം ഇത് തന്നെയാണ്. പാകിസ്ഥാനാണ് ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ രാജ്യം എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നത്. അതാണ് ന്യൂക്ലിയർ പവറൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് തന്നെയാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത്. ഈ സൗദിയും തുർക്കിയും തമ്മിലുള്ള സംഘർഷം നേരത്തെ ഉണ്ടായിരുന്നു. അത് വളരെ കാലങ്ങൾ, വർഷങ്ങൾ, കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പറയുമ്പം
ഒന്ന്, മുസ്ലിം സമൂഹത്തിനിടയ്ക്കുള്ള ആഗോള മുസ്ലിം ഇസ്ലാമിക സമൂഹത്തിന് തങ്ങളുടെ നിലപാട് ഉറപ്പിക്കാൻ. 2, രാജ്യത്തിൻ്റെ ചില സാമ്പത്തിക സാഹചര്യങ്ങൾ സാധിക്കാൻ. വ്യക്തിപരമായ എർദോഗൻ്റെ ചില സ്ഥാപിത താല്പര്യങ്ങൾ സ്ഥാപിക്കാൻ ഒക്കെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ടും പ്രാഥമികമായിട്ടും പറഞ്ഞാൽ ഈ നിലപാട്. ഇതിനപ്പുറം ഞാൻ കാണുന്ന ചിന്തിക്കുന്ന ഒരു വിഷയം കൂടെ ഉണ്ട്. അത് സൂചിപ്പിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇന്ന് പാകിസ്ഥാന് ഡ്രോണുകളും മറ്റും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ തുർക്കിയുടെ ഇടപെടൽ എന്ന് പറയുന്നത് അത് മൊത്തം തുർക്കി ചെയ്യുന്ന ആണോ എന്നെനിക്ക് സംശയമുണ്ട്. ഡ്രോൺ തുർക്കിയുടെയാണ്. പക്ഷെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്ന രാജ്യത്തേക്ക് ഇങ്ങനെ ഡ്രോൺ ഒഴുക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഹിന്ദി ചോദിക്കും, പാകൽ കുത്തേനെ കാട്ടിനൊക്കെ പേപ്പട്ടി കളിച്ചിട്ടുണ്ടോ, വിവരം പോയോ, ബോധം പോയോ എന്ന് ചോദിക്കും. അതെ. അപ്പൊ തുർക്കി അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നുള്ള കാര്യം എന്താ? അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ സാധനം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ട ഫണ്ട് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ പക്ഷത്തു നിന്ന് കിട്ടുന്നില്ലെന്നാണ് എൻ്റെ സംശയം. അതൊരു സംശയം. അതായത് നേരിട്ട് ആ ഫണ്ട് പാകിസ്ഥാനിലേക്ക് വരുന്നില്ല, കൊടുക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ തുർക്കിയിലേക്കും മറ്റും ചെന്നിട്ട് അത് ആയുധങ്ങളുടെ രൂപത്തിൽ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഡ്രോണുകളുടെ രൂപത്തിൽ പാകിസ്ഥാൻ. അങ്ങനെ സംഭവിക്കാൻ വയ്യ എന്നുള്ളത് ഒരു സംശയം. അത് ന്യായമായ. പിന്നെ വേറൊരു സംശയം, അതിന് എന്നെക്കാട്ടിൽ കൂടുതൽ വിവരമുള്ള ആളുകൾ ഉത്തരം കണ്ടെത്തട്ടെ, പറയട്ടെ. റഷ്യ എന്തുകൊണ്ട് ഈ തുർക്കിയുടെ ചെവിക്ക് പിടിക്കുന്നില്ല? ഇവിടെ എല്ലാവരും പറയുന്ന റഷ്യയാണ് ഭാരതത്തിൻ്റെ സ്വാഭാവിക സുഹൃത്ത്, അമേരിക്ക നമുക്കെതിരാണ്, ഡൊണാൾഡ് ട്രംപ് ഒക്കെ പലരും പറയുന്നുണ്ട്. റഷ്യയാണ് നമ്മുടെ പരമ്പരാഗത സുഹൃത്തെന്നാണ് പറയുന്നത്. അതെ. റഷ്യ ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എർദോഗന് മുട്ടുമടക്കേണ്ടി വരും. എന്താ അയാൾ ചെയ്യാത്തത്? എന്താ റഷ്യ ചെയ്യാത്തത്? ആലോചിച്ച് നോക്കണം. ചോദ്യമാണത്. റഷ്യയും ചൈനയും ടർക്കിയും ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടിൻ്റെ പശ്ചാത്തലം കൂടി ഇക്കാര്യത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവിടെയാണ് ബ്രിക്സിനകത്തു നിന്ന് 2 രാജ്യങ്ങളെ ഇപ്പോൾ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. ഒന്ന് തുർക്കിയെയും ഒന്ന് പാകിസ്ഥാനെയുമാണ്. ഭാരതത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായി. ബ്രിക്സിനകത്തൊരു സംവിധാനമുണ്ട്. അതെ. ബ്രിക്സിലെ സ്ഥാപക അംഗങ്ങളായ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം എതിർത്താൽ വേറെ ആരെയും കൂടെ ചേർക്കാൻ പറ്റില്ല. ആ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് ഭാരതം തുർക്കിയെയും പാകിസ്ഥാനെയും ബ്രിക്സിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇതൊക്കെ പറയുമ്പം ഭാരതത്തിനും ലോകത്തിനും ഭീഷണിയായ 2 രാജ്യങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും എന്ന് ലോകത്തിന് ഭാരതം നൽകിയ സന്ദേശമാണ്. ഇത് നിലനിൽക്കുമ്പം തന്നെ ലോകഹിതത്തിനെതിരെ പോകുന്ന ഇക്കാര്യത്തിനെതിരെ ഇടപെടുന്നതിന് എന്തുകൊണ്ട് റഷ്യ തയ്യാറാവുന്നില്ല എന്ന് ചോദിക്കുമ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ഒരു വിഷയമുണ്ട്. അതായത് പാകിസ്ഥാൻ ഇപ്പോൾ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കും തോറും അതിനെ സൈനിക സമ്പത്തും സാമ്പത്തിക സമ്പത്തും, പൊളിറ്റിക്കൽ അവരുടെ വിഷയമല്ല, ഇത് രണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഒരു തകർച്ചയ്ക്ക് ശേഷം ഒരു ഒത്തുതീർപ്പ് പോലും തകർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും സൈനികോപകരണങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അവർക്ക് അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടി വരും. അങ്ങനെ ചെയ്യണ പണമില്ല. ആ പണം കൊടുക്കാനുള്ള സംവിധാനമാണ് ഇന്നലെ ചെയ്തത്. തകർന്നു കഴിഞ്ഞ പാകിസ്ഥാന് നഷ്ടപ്പെട്ടതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ തിരിച്ചു പിടിക്കുന്നതിന് പണം മുടക്കാൻ വേണ്ടിയാണ് ഇന്നലെ IMFൻ്റെ ലോൺ കൊടുക്കാൻ വേണ്ടി ലോകരാജ്യങ്ങളെല്ലാം ഒന്നിച്ചുകൂടി സഹായിച്ചത്. പലരും സഹായിച്ചതിൻ്റെ പിന്നിലെ ചരിത്രം അതാണ്. ഈ പണം കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാം, റഷ്യയിൽ നിന്ന് വാങ്ങാം, ചൈനയിൽ നിന്ന് വാങ്ങാം, തുർക്കിയിൽ നിന്ന് വാങ്ങാം. തുർക്കിയിൽ നിന്ന് വാങ്ങുക എന്ന് പറയുമ്പം അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റഷ്യയുടെയോ പലരുടെയും തരത്തിലുമാകും. പക്ഷെ ഈ ഒരു സംവിധാനത്തിൽ ഈ വാഴ വെട്ടുമ്പം എന്താ പറയുന്നത്, പെര കത്തുമ്പം വാഴ വെട്ടുക എന്ന് പറഞ്ഞ പോലെ കത്തിത്തീരാൻ പോകുന്ന പാകിസ്ഥാനെ കത്താൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിക്കൊണ്ട് വേണ്ട പണം കൊടുത്ത് അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് അവരെ വീണ്ടും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം തുർക്കിക്കോ റഷ്യക്കോ ചൈനയ്ക്കോ അതുപോലെ
ചൈനയാണ് അടുത്ത രാജ്യം. അതെ, ഈ ജെറ്റ് വിമാനങ്ങളൊക്കെ ആ J-10, അതെ, ഇതൊക്കെ J-17, J-16, JF-16, JF-17 അവിടെ ഉപയോഗശൂന്യമായി പോകുന്നതും വിജയിക്കാതെ വരുന്ന എല്ലാ സാങ്കേതിക വിദ്യയും ഇതുപോലെ കെട്ടിവെക്കും, ഇങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ പറ്റും. ഇതിനെല്ലാം കൂടിയുള്ള ഒരു മുഖമായിട്ട് ചൈനയ്ക്ക് ഇപ്പം പാകിസ്ഥാന് കൊടുക്കാൻ വേണ്ടിയിട്ട് തുർക്കിയുടെ ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ചൈന പോലും ഡയറക്റ്റായിട്ട് ഇടപെടുന്നില്ല. അപ്പോൾ നേരിട്ട് പരിശീലകരെ ഉൾപ്പെടെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പരിശീലകരെയും പ്രയോഗിക്കാനുള്ള ആളുകളെയും സഹിതമാണ് തുർക്കി പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സഹായം ചൈനയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടി ചൈനയുടെയും ഒരു പക്ഷേ, അത് ഞാൻ വളരെ കരുതലോടെ പറയുക, റഷ്യയുടെയും പോലും, പിന്നെ പല ഈ ഇസ്ലാമിക ഭീകരവാദത്തെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും ഉള്ള സഹായത്തോടു കൂടിയാണ് തുർക്കി ഇങ്ങനൊരു നിലപാടെടുക്കുന്നതെന്ന് അതിനെ നമ്മൾ അറിയാതിരിക്കാൻ പാടില്ല. ഒപ്പം തന്നെ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, പണ്ട് സവർക്കർ പറഞ്ഞതുപോലെ, ഇവരൊക്കെ നമ്മളെ എതിർത്താലും, അതായത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കിയിട്ട്, നിങ്ങൾ എതിർത്താൽ നിങ്ങളെ എതിർത്തുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് പാകിസ്ഥാൻ്റെ അവസാനം എന്നേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു ഘട്ടത്തിൽ അത് തുർക്കിയുടെയും കൂടെ അവസാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനാണോ, അല്ലെങ്കിൽ തൂങ്ങിച്ചാവുന്നവൻ്റെ കാലെ തൂങ്ങാനാണോ തുർക്കിയും പോകുന്നുള്ളത് ചരിത്രം പറയട്ടെ. ഏതായാലും 1ഉം 2ഉം ലോകയുദ്ധത്തിൽ തന്ത്രപരമായ ഇടപെടലുകളിൽ പരാജയപ്പെട്ട അവസാനം പരാജയം ഏറ്റുവാങ്ങിയ തുർക്കി വീണ്ടും ഒരിക്കൽ കൂടി ലോകത്ത് ഒരു സംഘർഷാവസ്ഥ വന്നപ്പം കൂടെ നിൽക്കേണ്ടാത്തവൻ്റെ കൂടെ പോയി നിന്നതിൻ്റെ പേരിൽ ചരിത്രപരമായ തിരിച്ചടി നേരിടാൻ വേണ്ടി സജ്ജമാവുകയാണെന്നതാണ്, സ്വയം സജ്ജമായിരിക്കും എന്നാണ് എൻ്റെ സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.